അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വിശദീകരിച്ചത് വകുല്ലു മുദ്മരിൻ ലഹുൽ ബീന യജിബ് വലഫ്ദു മാ ജുറ കലഫ്ദി മാ നുസിബ് എന്ന ബൈത്താണ്. മുത്തസിലായ ദമീറുകളിൽ ജറിൻ്റെ മഹല്ലിനും നസ്ബിൻ്റെ മഹല്ലിനും പങ്കാളികളായി വരുന്ന ദമീറുകളുണ്ട്. അത് മൂന്നെണ്ണമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കി വച്ചത്. വലഫ്ദു മാ ജുറ മിന ദമാഇരിൽ മുത്തസില, മുത്തസിലത്തായ ദമീറുകളിൽ ജറ് ചെയ്യപ്പെട്ടതിൻ്റെ ലഫ്ദ് കലഫ്ദി മാ നുസിബ്, നസ്ബ് ചെയ്യപ്പെട്ട ദമീറുകളുടെ ലഫ്ദ് പോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞത് ചെയ്ത് അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ മനസ്സിലാക്കി. ഇനി നമുക്ക് റഫ്ഇനും നസ്ബിനും ജറിനും ഒരുപോലെ വരുന്ന ദമീറിനെ കുറിച്ചാണ് ഗ്രന്ഥകാരൻ പറഞ്ഞത് മനസ്സിലാക്കാനുള്ളത്. അതിനു മുമ്പ് മുത്തസിലത്തായ ദമീറുകളിൽ പങ്കാളിത്തമില്ലാതെ റഫ്ഇന് മാത്രം വരുന്ന ദമീറുകളുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ കഴിഞ്ഞ ക്ലാസ്സിൻ്റെയും അതേപോലെ തന്നെ ഇനി നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്ന ഇതിൻ്റെയും വിഷയം സൂക്ഷ്മമായിട്ട് മനസ്സിലാവുള്ളൂ. ഇതൊന്നുകൂടി നമുക്ക് കുറച്ച് വരും, ഇതൊന്നുകൂടി വരും. പക്ഷേ എന്നാലും ഇത് ഇവിടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് ഞാൻ അനുസ്മരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ താവുൽ ഫാഇലത്ത്, അതേപോലെ തന്നെ അലിഫ് അൽ വാവുൽ ജമ അലിഫുൽ ഇസ്നൈൻ, പിന്നെ നൂനുൻ നിസ്വത്ത്, പിന്നെ യാഉൽ മുഖാത്തബത്ത്. ഈ മുത്തസിലത്തായ ദമീറുകൾ അപ്പോൾ അതിൻ്റെ ഉദാഹരണം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഖുംതു, ഖാമ, ഖാമു, ഖുംന, ഖൂമി. ഇവിടെ ഖുംതു, തു എന്നുള്ളത് മുത്തസിലത്തായ ദമീറാണ്. ഖാമ എന്നതിൽ അലിഫ് മുത്തസിലായ ദമീറാണ്. തു എന്നുള്ളതും മുത്തസിലായ ദമീറാണ്. വാവുൽ ജമ മുത്തസിലായ ദമീറാണ്. ഖുംന എന്നതിൽ നൂനുൻ നിസ്വ, അവർ സ്ത്രീകൾ നിന്നു എന്നാണ്. നൂനുൻ നിസ്വ എന്നാണ് പറയുക. അത് മുത്തസിലായ ദമീറാണ്. ഇവിടെ ഖൂമി എന്നതിൽ യാഉൽ മുഖാത്തബ എന്ന് പറയാം. നീ എഴുന്നേൽക്കൂ എന്നാണ്. സ്ത്രീയോട് പറയാണ് നീ എഴുന്നേൽക്കൂ. ഇത് മുത്തസിലത്തായ ദമീറാണ്. മുത്തക്കല്ലിമ ആയ യാ അല്ല, പിന്നെയോ എന്നെ എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന മുത്തക്കല്ലിമത്തിൻ്റെ യാ അല്ല, ഇത് മുഖാത്തബത്തിൻ്റെ യാ ആണ്. ഒരു സ്ത്രീയോട് അഭിസംബോധന ചെയ്യുമ്പോൾ പ്രയോഗിക്കുന്ന യാ ആണ്. ചില ഈ ദമീറുകൾ ഇതൊക്കെ മുത്തസിലായ ദമീറുകളാണ്. ഈ ദമീറുകളൊക്കെ റഫ്ഇൻ്റെ മഹല്ലിൽ മാത്രം വരുന്ന ദമീറുകളാണ്. ഖുംതു, ഞാൻ നിന്നു. ഖാമ, അവർ രണ്ടുപേർ നിന്നു. ഖാമു, അവർ നിന്നു. ഖുംന, ആ സ്ത്രീകൾ നിന്നു. ഖൂമി, നീ നിൽക്കൂ. യാഉൽ മുഖാത്തബത്ത്, നൂനുൻ നിസ്വ, വാവുൽ ജം, അലിഫുൽ ഇസ്നൈൻ, താഉൽ ഫാഇല. ഈ ദമീറുകൾ ഇത് റഫ്ഇൻ്റെ മഹല്ലിന് മാത്രമുള്ളതാണ്. ഇതിലെന്തില്ല? ഇത് നസ്ബിനോ അല്ലെങ്കിൽ ജറിനോ ഇതിലെന്തില്ല? ഇഷ്തിറാക്കില്ല, പങ്കാളിത്തല്ല. ഇത് റഫ്ഇൻ്റെ മഹല്ലിന് മാത്രമുള്ള മുത്തസിലത്തായ ദമീറുകളാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ആര്? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ യാഉൽ മുതകല്ലിം, അതേപോലെ കാഫുൽ ഖിതാബ്, അതേപോലെ ഹാഉൽ ഗായിബ് എന്നിവ. ഇവകൾ ജറിനും നസ്ബിനും പങ്കാളികളായി വരുന്നതാണ്. ചിലപ്പോൾ യാഉൽ മുതകല്ലിം നസ്ബിന് വരും, ചിലപ്പോൾ
ജറിന് വരും. റബ്ബീ അക്രമൻ, റബ്ബീ അക്രമൻ അല്ലേ. കാഫുൽ ഖിതാബ് ഇതുപോലെയാണ്, ചിലപ്പോൾ ജറിന് വരും, ചിലപ്പോൾ നസ്ബിന് വരും. മാ വദ്ദഅക റബ്ബുക, വദ്ദഅക നസ്ബിൻ്റെ മഹലിൽ വന്നു, ക. റബ്ബുക ജറിൻ്റെ മഹലിൽ വന്നു. ഇതേപോലെ ഹു, ഇജ്തബാഹു റബ്ബുഹു, സ്വാഹിബുഹു യുഹാവിറുഹു. കണ്ടോ? അപ്പോൾ ഇവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവയ്ക്ക് എന്തുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? ജറിൻ്റെയും നസ്ബിൻ്റെയും സന്ദർഭത്തിൽ മാറി മാറി ഇവകൾ വരും എന്നുള്ളതാണ്. എന്നാൽ ഇവ റഫിൻ്റെ മഹലിൽ മാത്രമേ വരികയുള്ളൂ. ഖലാസ്. ഇനി നമ്മുടെ ഗ്രന്ഥകാരൻ പറയുന്ന ഈ വരി നമുക്ക് മനസ്സിലാക്കാം. എന്താ പറയുന്നത്? ലിർറഫ്ഇ വന്നസ്ബി വജർരിൻ നാസലഹ് കാരിഫ് ബിനാ ഫഇന്നനാ നിൽനൽ മിനഹ്. ലിർറഫ്ഇ റഫ്ഇനും വന്നസ്ബി നസ്ബിനും വജർരിൻ വജർരിൻ ജർറിനും നാ എന്ന ദമീർ മുത്തസിലായ നാ എന്ന ദമീർ സലഹ് പര്യാപ്തമാകുന്നു, മതിയായതാകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരിച്ചു. കാരിഫ് ബിന ഫഇന്നന നിൽന അൽ മിനഹ്. ക ഏതുപോലെ? ഇതിനൊരു ഉദാഹരണം പറയാണ്. ഈ അരിഫ് ബിന, നീ ഞങ്ങളെ മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തിക്കോ. കാരിഫ് ബിന, നീ ഞങ്ങളെ പരിചയപ്പെടുത്തിക്കോ, മനസ്സിലാക്കിക്കോ. ഫഇന്നന, കാരണം ഞങ്ങൾ, നിൽന നേടിയിരിക്കുന്നു, ഞങ്ങൾ നേടിയിരിക്കുന്നു, അൽ മിനഹ് സമ്മാനങ്ങളെ, പാരിതോഷികങ്ങളെ. അപ്പോൾ ഇവിടെ ബിന ന എന്ന ദമീറുണ്ട്, ഫഇന്നന ന എന്ന ദമീറുണ്ട്, നിൽന എന്നിടത്ത് ന എന്നുള്ള ദമീറുണ്ട്. മനസ്സിലല്ലേ? ഇവിടെ ന എന്നുള്ള ദമീർ ഉണ്ടോ? ഇത് മുത്തസിലായ ദമീറാണ് ന എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് മുത്തസിൽ? ന എന്നുള്ളത് കൊണ്ട് തുടക്കം കുറിക്കപ്പെടില്ല. ന എന്നുള്ളത് കൊണ്ട് ദമീർ എന്ന നിലക്ക് തുടക്കം കുറിക്കപ്പെടില്ല. പിന്നെ ഇത് ഗദ്യത്തിൽ ഇല്ലയെ തുടർന്ന് വരില്ല. വദുത്തിസാലി മിൻഹു മാ ലാ യുബ്തദ വലാ യലി ഇല്ല ഇഖ്തിയാറൻ അബദ. കവിതയിലല്ലാതെ ഗദ്യത്തിൽ ഒരിക്കലും ഇല്ലയെ തുടർന്ന്, ഇല്ല എന്ന ഇസ്തിസ്നാഇൻ്റെ അദാത്തിനെ തുടർന്ന് നാ വരില്ല, മുത്തസിലത്തായ ദമീർ വരില്ല. അതുപോലെ ഇതുകൊണ്ട് തുടക്കം കുറിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് എന്താണ് ഈ നാ എന്നുള്ളത് മുത്തസിലത്തായ ദമീറാണ്, മുത്തസിലത്തായ ദമീറാണ്. ഈ ദമീറിൻ്റെ പ്രത്യേകത, ഇത് റഫ്ഇൻ്റെ മഹല്ലിനും നസ്ബിൻ്റെ മഹല്ലിനും ജറിൻ്റെ മഹല്ലിനും ഒരുപോലെ വരും, മുഷ്തറക്കായിട്ട് വരും. മനസ്സിലല്ലേ? ഈ പറയപ്പെട്ടതുപോലെയല്ല. താവുൽ ഫായിലത്ത് പോലെ, അലിഫുൽ ഇസ്നൈൻ പോലെ, അതേപോലെ വാവുൽ ജമ പോലെ, നൂനിൻ നിസ്വ പോലെ, യാ ഉൽ മുഖാത്തബത്ത് പോലെ റഫിന് മാത്രം ആ സ്വഭാവം ഈ നാക്കില്ല, മുത്തസിലത്തായ ന എന്ന ദമീറിനില്ല. അല്ലെങ്കിൽ ജറിനും നസ്ബിനും മാത്രം പിന്നെ ഉള്ള സ്വഭാവമുള്ള യാ ഉൽ മുത്തകല്ലിം, കാഫുൽ ഖിതാബ്, ഹാ ഉൽ ഗായിബ്, ഇതിൻ്റെ സ്വഭാവവും അല്ല ഇതിന്. ഇത് റഫിനിക്കും നസ്ബിനിക്കും ജറിനും ഒരുപോലെ വരും. അതാണ് ഈ മൂന്ന് മഹല്ലുകൾക്കും സലഹ് പര്യാപ്തമായ ഒക്കുന്ന ദമീറാകുന്നു. അതാണ് ലിർറഫ്ഇ വന്നസ്ബി വജർറിൻ നാ സലഹ്. നാ എന്നുള്ളത് സലഹ് പര്യാപ്തമാകുന്നു, മതിയായതാകുന്നു, ഒത്തതാകുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഗ്രന്ഥകാരൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഉദാഹരണം കൊണ്ടുവന്നതാണ്. ഇത് ഈ മൂന്ന് മഹല്ലും നാ വന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. ഇർഫ് ബിന ഫഇന്നനാ നിൽനൽ മിനഹ്. ഇവിടെ നോക്കിയേ, ബിന
ഇന്നന, നിൽന. ഉണ്ടാ ഇവിടെ നിൽന, നിൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേടി എന്നാണ്, ഞങ്ങൾ കരസ്ഥമാക്കി. നാല ഉണ്ടാ, നാല അതിലേക്കാണ് ഈ ബാരിസായ മുത്തസലത്തായ ദമീർ വന്നത്. അപ്പോൾ അത് ഈ അജുവഫായ ക്രിയകൾ, നാല പോലുള്ള ക്രിയകൾ ഉണ്ടല്ലോ, അതിൻ്റെ അലിഫ് കളയപ്പെടും. അങ്ങനെയാണ് നിൽന, നിൽന ഞങ്ങൾ നേടി എന്നാണ്. അപ്പോൾ ഇവിടെ നാ എന്നുള്ളത് ഇവിടെ എന്താണ്? നിൽന ഫായിലത്താണ്, ഫായിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഏത് മഹലിലാണ്? അത് റഫ്ഇൻ്റെ മഹലിലാണ്, റഫ്ഇൻ്റെ മഹലിലാണ്. നിൽന ഞങ്ങൾ നേടി, അപ്പോൾ ഞങ്ങൾ ഫായിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് റഫ്ഇൻ്റെ മഹലിലാണ്. ഇന്നന തീർച്ചയായും ഞങ്ങൾ എന്നാണ്, തീർച്ചയായും ഞങ്ങൾ. ഇന്നന, ഇന്ന എന്നുള്ളത് തൗക്കീദിൻ്റെ അദാത്താണ്. ഇന്ന അത് മുബ്തദ ഖബറിൽ പ്രവേശിച്ചാൽ ഇന്ന മുബ്തദ അതിൻ്റെ ഇസ്മ എന്ന നിലയ്ക്ക് നസ്ബ് ചെയ്യും, ഖബറിന് റഫ്ഉ ചെയ്യും. അപ്പോൾ ഇന്നന നിൽന എന്നാണ്, തീർച്ചയായും ഞങ്ങൾ. അവിടെ ന എന്നുള്ളത് ഇന്നൻ്റെ ഇസ്മാണ്. ഈ ന എന്നുള്ളത് ഇന്ന, ന എന്നുള്ളത് ഇന്നൻ്റെ ഇസ്മാണ്. ഇന്നൻ്റെ ഇസ്മ നസ്ബിൻ്റെ മഹലിലാണ്, നസ്ബിൻ്റെ മഹലിലാണ്. കാരണം ഇന്ന മുബ്തദക്ക് അതിൻ്റെ ഇസ്മ നിലക്ക് നസ്ബ് ചെയ്യും. അപ്പോൾ ഇവിടെ ന എന്നുള്ളത് നസ്ബിൻ്റെ മഹലിലാണ്, കാരണം അത് ഇന്നൻ്റെ ഇസ്മാണ്. ഇനി ബിന, ബിന എന്നുള്ളതിൽ ബ ഹർഫുൽ ജറാണ്, ഹർഫുൽ ജറാണ്. അപ്പോൾ ബാന ചേർന്നുള്ളത് ഇസ്മുൻ മജ്റൂറാണ്, മജ്റൂറാണ്. അപ്പോൾ ബ ഹർഫു ജർ, ന ഇസ്മുൻ മജ്റൂർ, ഇസ്മുൻ മജ്റൂർ. മനസ്സിലായില്ലേ? മജ്റൂർ ജറ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ന എന്നുള്ളത് ജറിൻ്റെ മഹലിലാണ്, ജറിൻ്റെ മഹലിലാണ്, ജറിൻ്റെ മഹലിലാണ്. അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് മുത്തസിലത്തായ ദമീറുകൾ മുദ്മറാത്ത് അവയിൽ റഫ്ഇനും നസ്ബിനും ജറിനും ഒരുപോലെ ഉപരിക്തമായിട്ടുള്ള ദമീറാണ് ന എന്നുള്ളത്, ന എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണവും അദ്ദേഹം നൽകി. കാരിഫ് ബിനാഫ ഇന്നന നിൽനൽ മിനഹ്, നീ ഞങ്ങളെ പരിചയപ്പെടുത്തിക്കോ, തീർച്ചയായും ഞങ്ങൾ സമ്മാനങ്ങളെ നേടിയിരിക്കുന്നു, കരസ്ഥമാക്കിയിരിക്കുന്നു. ശരി, അതിന് ഉദാഹരണം പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ഒരു ഉദാഹരണം പണ്ഡിതന്മാർ പറയാറുണ്ട്. റബ്ബന ഇന്നന ആമന്ന, റബ്ബന ഇന്നന പിന്നെ ആമന്ന. ഇവിടെ നോക്കൂ, ആമന്ന ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചു എന്നാണ്, ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചു എന്നാണ്. ആമന പിന്നെ ന, ആമന എന്നാണ് വിശ്വസിച്ച് അംഗീകരിച്ചു. അരിഞ്ഞ ന ഞങ്ങൾ എന്നാണ്. അപ്പോൾ ഈ നായെ ഈ നായിലേക്ക് ചേർത്ത് മുഷദ്ദത്തായ നൂനാണ് ഇവിടെ. മനസ്സിലായില്ലേ? രണ്ട് നൂന് ചേർത്തിട്ട്. പിന്നെ ഈ ആമന ന എന്നുള്ളതാണ്. ന വന്നപ്പോൾ പിന്നെ ഇവിടെ നൂന് സുക്കൂന് നൽകപ്പെട്ടു. ഫഅൽതു, ഫഅൽന, ഫഅല ന, അതിലേക്ക് ന ചേരുമ്പോൾ ഫഅൽന. അതേപോലെ ആമന്ന കേട്ടോ. എന്ത് ചെയ്തു? പിന്നെ ഈ നൂനെ ഒന്നൊന്നിലേക്ക് ഇദ്ഗാം ചെയ്ത് ചേർത്തിട്ട് മുഷദ്ദത്താക്കി. അതാണ് ആമന്ന, ആമന്ന. അവിടെയുള്ള ഈ നായ ആരാണ്? അത് ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചു. ഞങ്ങൾ ഫായിലാണ്, ഞങ്ങൾ വിശ്വസിച്ചു. ഫെയിലും ഫായിലുമാണ്. ഫായിൽ ആരാണ്? ന എന്നുള്ള ദമീറാണ്, ന എന്നുള്ള ദമീറാണ്. ഞങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ ഇത് ഏതിൻ്റെ മഹലിലാണ്? റഫ്ഇൻ്റെ മഹലിലാണ്, കാരണം അത് ഫായിലാണ്. ഇന്നന, ഇന്നന നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇന്നൻ്റെ ഇസ്മായിട്ടാണ് വന്നത് ന എന്നുള്ളത്. അപ്പോൾ ഏതിൻ്റെ മഹലിലാണ്? നസ്ബിൻ്റെ മഹലിലാണ്, നസ്ബിൻ്റെ മഹലിലാണ്. റബ്ബന ഞങ്ങളുടെ റബ്ബേ എന്നാണ്. യാ റബ്ബന, ഞങ്ങളുടെ റബ്ബേ. അവിടെ റബ്ബന എന്നതിലേക്ക് ഞങ്ങളുടെ റബ്ബ് എന്നാണ്. അപ്പം റബ്ബിനെ നായിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടു, ഇദാഫത്ത് ചെയ്തു. റബ്ബന, റബ്ബിനെ നായിലേക്ക് ഇദാഫത്ത് ചെയ്തു. അപ്പോൾ റബ്ബ് എന്നുള്ളത് ഇവിടെ മുദാഫാണ്, ന എന്നുള്ളത് മുദാഫിന് ഇലൈഹിയാണ്. മുദാഫിന് ഇലൈഹി മജ്റൂറാണ്, മുദാഫിന് ഇലൈഹി മജ്റൂറാണ്. അപ്പോൾ ഇവിടെ ന എന്നുള്ളത് ജറിൻ്റെ മഹലിലാണ്, ജറിൻ്റെ മഹലിലാണ്. അപ്പോൾ
ഈ ഉദാഹരണം വ്യക്തമാക്കുന്നു എന്ത്? നമ്മളുടെ ഈ ഒരു ഖായിദ ലിർറഫ്ഇ വന്നസ്ബി വജർറിൻ നാസലഹ്. നാ എന്നുള്ള മുത്തസിലത്തായ ദമീർ റഫ്ഇനും നസ്ബിനും ജർറിനും ഒരുപോലെ ഉപയുക്തമായിട്ടുള്ള ദമീറാകുന്നു എന്ന ഖായിദയെ, എന്ന തത്വത്തെ മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ ഈ മുത്തസിലത്തായ ദമീറുകൾ, മുദ്മറാത്ത്, ദമാഇർ, ഇവയെ പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ പ്രത്യേകത പരിചയപ്പെടുത്തി തരികയാണ്. ഒരു തത്വം അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, പിന്നെ വകുല്ലു മുദ്മരിൻ ലഹുൽ ബിനാ യജിബ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ദമീറുകളൊക്കെയും ഓരോന്നും പ്രത്യേകം പ്രത്യേകം സ്വഭാവമുള്ളവയാണ് എന്ന ഒരാശയം അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചതിന് ശേഷം ദമീറുകളുടെ, മുത്തസിലത്തായ ദമീറുകളുടെ ചില പ്രത്യേകതകളെ അദ്ദേഹം എന്ത് ചെയ്തു, പ്രത്യേകം ഒരു ഹലാത്ത് ഇസ്തിസ്നായി എന്ന നിലക്ക് ഇതിൽ നിന്ന്, ഈ പൊതു സ്വഭാവത്തിൽ നിന്ന് ഒരു പ്രത്യേകം സ്വഭാവമുള്ള ദമീറുകളെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഈ ഒരു ബൈത്താണ്. ലിർറഫ്ഇ വന്നസ്ബി വജർറിൻ നാസലഹ് കാരിഫ് ബിനാ ഫഇന്നനാ നിൽനൽ മിനഹ്. ഞാനിവിടെ ഈ പിന്നെ റഫിൻ്റെ മഹലിന് മാത്രം വരുന്ന ദമീറുകളെ ഇന്ന് ഉദാഹരിച്ചത് ഈ 5 എണ്ണം. അതെന്തിനാണ്? ഈ പിന്നെ ഒരു ലഫ്ദു മാ ജുറ കലഫ്ദി മാ നുസിബ് ലിർറഫ്ഇ വന്നസ്ബി വജർറിൻ നാസലഹ് എന്നുള്ള ഈ പിന്നെ വരികൾ നമുക്കൊന്ന് സൂക്ഷ്മമായി കൂടുതൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗ്രന്ഥകാരൻ ഈ മുത്തസിലത്തായ ദമീറിന് മറ്റു ചില പ്രത്യേകതകൾ പറയാനുണ്ട്. അത് തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.